കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ആഴ്ചത്തെ നമ്മുടെ വചന ചിന്തയ്ക്കായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ പ്രാരംഭ വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. വളരെ പ്രധാനമായ ഒരു സംഭവത്തോടെയാണ് ഈ 5-ാം അധ്യായം ആരംഭിക്കുന്നത്. യേശു തന്നോടൊപ്പം ഇരിപ്പാനും തൻ്റെ ഭൂമിയിലെ ദൗത്യം തനിക്ക് ശേഷം തുടരുവാനും ശിഷ്യന്മാരെ ചേർത്തുകൊള്ളുന്നതിൻ്റെ ആരംഭമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗത്ത് യേശു പത്രോസിൻ്റെ പടകിൽ കയറുന്നു. പത്രോസിനോട് കരയിൽ നിന്നും അല്പമൊന്ന് നീക്കണമെന്ന് ആവശ്യപ്പെടുന്നു. കരയുടെ ബദ്ധമായ ലോകത്തെ വിട്ട് ആഴങ്ങളിലെ നിക്ഷേപങ്ങളിലേക്കുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആഴങ്ങളിലുള്ള തിരയും കോളും ഭയപ്പെട്ട് കരയിൽ ലോകത്തിൻ്റെ വലയങ്ങളിൽ തന്നെ നിൽപ്പാനാണ് നമുക്ക് പലപ്പോഴും താല്പര്യം. അതുകൊണ്ട് പത്രോസിനോട് കർത്താവ് പറഞ്ഞത് പത്രോസ് ഉടനെ തന്നെ അനുസരിച്ചു. കർത്താവ് പത്രോസിനോട് ആഴങ്ങളിലെ നിക്ഷേപങ്ങളിലേക്ക് വല വീശുക. മുക്കുവനായ പത്രോസ് ഉള്ളിൽ പരിഹസിച്ചിട്ടുണ്ടാകും. തലമുറകളായി ഈ തൊഴിലിൽ അനുഭവസ്ഥനായ ഞങ്ങൾ പരിചയസമ്പന്നർ, ഗലീല കടലിലെ മീനിൻ്റെ കാര്യമെല്ലാം നന്നായി അറിവുള്ളവർ. ഈ മരപ്പണിക്കാരനായ തച്ചന് എന്തറിയാം? മത്സ്യബന്ധത്തെക്കുറിച്ച് എന്തു ബന്ധം? പക്ഷേ പത്രോസ് പറഞ്ഞു, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിച്ചില്ല. എങ്കിലും അങ്ങയുടെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. ഞാൻ വലയിറക്കാം. നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് തടസ്സം നാം നമ്മുടെ അനുഭവങ്ങളും പരിചയ സമ്പത്തും ഒക്കെ മൂല്യമായിട്ട് കരുതി നിൽക്കുന്ന അവസ്ഥയാണ്. എന്നാൽ നാം കർത്താവിൻ്റെ വാക്കനുസരിക്കുവാനും കർത്താവിൻ്റെ വചനം വിശ്വസിക്കുവാനും തയ്യാറാകണം. യുക്തിക്ക് വിരുദ്ധമാകാം ആ വാക്കുകൾ, പക്ഷേ പറയുന്ന വചനം ആരിൽ നിന്നും പുറപ്പെടുന്നു എന്ന് നാം വിശ്വസിക്കുക, അത് നാം ഉൾക്കൊള്ളുക, അതനുസരിക്കുക. സർവശക്തനായ ദൈവം അതിന് നമ്മളെ ഇടയാക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വാക്കിനെ അവിശ്വസിക്കാതെ വിശ്വസിച്ചുകൊണ്ട് നാം പ്രവർത്തിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതിശയകരമായ കാര്യങ്ങൾ സംഭവിക്കും. നമുക്ക് ഈ വചനത്തോടനുബന്ധമായി പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, വിനയത്തോട് അങ്ങയുടെ വചനം അനുസരിപ്പാനും അതിലൂടെ ഞങ്ങളുടെ നന്മ പ്രാപിപ്പാനും ഞങ്ങൾക്ക് ഇടയാക്കണമേ. അങ്ങ് പറയുന്നത് എന്തും അനുസരിപ്പാൻ വിനയപൂർവം ഈ ആഴ്ചയുടെ ആരംഭത്തിൽ ഞാൻ എന്നെ തന്നെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ആമേൻ.